അമ്പിളി കൃഷ്ണകുമാർ, തുളസി മണിയാർ, മായാവർ. കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിന് ആപത്തായിരിക്കുന്നു. ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന, ഒന്നിനും കൊള്ളാതാക്കുന്ന ഈ വിപത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് നാട്ടിൻപുറത്തുള്ള ഒരു കുടുംബശ്രീ ചായക്കടയിലേക്ക് പോകാം. ചായ കുടിക്കുവാൻ വരുന്നവർക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഇതിനിടയിൽ ചായ കുടിച്ചു കഴിയുമ്പോൾ ഇവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു മാറ്റവും കൂടി തമാശ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ. ഈ ചായക്കടയിൽ ആവശ്യമായിട്ട് സാധനങ്ങളൊന്നും ഇവിടെ ഒരുക്കാൻ പറ്റിയിട്ടില്ല. ആകെപ്പാടെ ഒരു ന്യൂസ് പേപ്പർ മാത്രമാണ് നമുക്ക് വേണ്ട പ്രോപ്പ് ഉള്ളത്, പിന്നെ ഒരു കർച്ചീഫും. അത് കാരണം ബാക്കിയുള്ള ആക്ഷനിലാണ് കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഈ മൈക്ക് ഈ ചായ കുടിക്കാൻ വരുന്നവർക്ക് കൈമാറി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ മൈക്ക് ഇല്ലാതെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രേക്ഷകർ നിശബ്ദം ശ്രവിക്കണമെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ചായക്കഥ. ക്ലിയർ ഇങ്ങനെ ഈ ചൂലൊക്കെ എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത്? ഈ ഡസ്റ്റ് അലർജിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാനുണ്ട്. ചായ കുടിക്കാൻ പറഞ്ഞോണ്ടിരിക്കും. പൊടിയാ പൊടിയാ പൊടിയാ. ഇന്നത്തെ പത്രം തന്നെയാ അല്ലേ ഇത്? ഓ അതെ 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 അതെ. ഓ ഗ്യാസ് സ്റ്റൗ കത്തുകയില്ല. ചായപ്പൊടി പാത്രം എവിടെ? ഓ സ്ഥിരം വരുന്ന ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഞാൻ ചായ വെക്കുന്നത് വെറുതെ ആവോ? ചേച്ചി ഒരു കടുപ്പത്തിലെ ചായ ആയിക്കോട്ടെ. ജ്യോതി, ഞാൻ നോക്കിയിരിക്കായിരുന്നു. എനിക്ക് നല്ല കടുപ്പത്തിൽ സ്ഥിരം ചായ തന്നെ തരാം. തിളച്ചോണ്ടിരിക്കുക കേട്ടോ. ഓ, ഇന്നത്തെ വർത്തമാനപത്രം നോക്കാനേ പറ്റില്ല. മുഴുവൻ മയക്കുമരുന്നിന്റെ ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. എന്താ ചേച്ചി ഇത്? കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ. അത് വാസ്തവ. ഇപ്പോഴത്തെ ഈ തലമുറ കണ്ണൂരിൽ നിന്നാണ് മയക്കുമരുന്ന് വിളിച്ചിരിക്കുന്നത്. എന്തിനാ ജ്യോതി കണ്ണൂരിനെ മാത്രം പറയുന്നത്? കേരളം മുഴുവൻ ഇത് തന്നെയാ. മൊത്തം മയക്കുമരുന്ന്. ഈ പുതിയ തലമുറ എങ്ങോട്ടായി പോകുന്നത്? എല്ലാം പോട്ടെ ചേച്ചി, ഒരു ചായ എടുക്കും. ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ തിളച്ചോണ്ടിരിക്കുക. തിളക്കട്ടെ. ഈ മൊബൈൽ ഉപയോഗമില്ലേ, അതാണ് ഇതിന്റെ പ്രധാന പ്രതി. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്റെ പേരെന്താ പറയാ, ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമാണ് മുഴുവനും പ്രശ്നമാക്കുന്നത്. അതിനകത്ത് ഈ ചെറിയ ചെറിയ റീൽസ് ഇട്ടിട്ടെ ഈ കുട്ടികൾക്ക് കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ പറ്റുന്നില്ല. പിന്നെ എന്താ അവസ്ഥ? അച്ഛനും അമ്മയ്ക്കും സമയമില്ല, നേരമില്ല. കുട്ടികളെ ബേബി സിറ്റികളാക്കി അവിടെ ഇവിടെയും പോകും. അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു മൂലക്ക് അച്ഛനമ്മ മൊബൈലില്, വേറൊരു മൂലക്ക് പിള്ളേരുടെ മൂലക്ക്. പിന്നെ എങ്ങനെ നന്നാവാനാ? അത് പറഞ്ഞൊരു കാര്യ. അതിപ്പൊ ചായ തരാവേ. കടുപ്പത്തിലായിക്കോട്ടെ. കടുപ്പത്തിൽ തന്നെ ചായ കുടിക്കുന്നു. ചായ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിട്ട്. സൂപ്പർ ചായ. ഇതെന്ത് പറ്റി ജോലിയെ? ചേച്ചി അമ്പിളി ഒരു സ്ട്രോങ് ചായ എടുക്കുക. അമ്പിളി ഒന്ന് ഇരിക്കുക. അമ്പിളി അതെ അമ്പിളിയെ, നമ്മളെ ചായ തുറക്കുവാണേ. നമ്മളെ ഇപ്പോഴത്തെ ഈ പിള്ളേരുടെ ഇടയിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുളസി അല്ല, അതിന്റെ പേരെന്തോടും അമ്പിളി. അമ്പിളി ഒരു സാമൂഹ്യ പ്രവർത്തകയല്ലേ? ഇത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരാളെ വിചാരിച്ചാലൊന്നും ഇതൊന്നും നിർത്താനൊന്നും നോക്കൂലേ.
പിന്നെ സാമൂഹ്യ പ്രവർത്തകര്, രക്ഷകർത്താക്കള്, അധ്യാപകര്, പിന്നെ നിയമപാലകര്, എല്ലാരും നിയമവ്യവസ്ഥ എല്ലാം കൂടെ കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വിപത്ത് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റൂ. ആ, അത് ശരി. ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാരും വിചാരിച്ചാൽ നടക്കും അല്ലെ? ഒറ്റയ്ക്ക് ചായ എടുക്കും. അതാ ചായ മുന്നിൽ വെച്ചിരിക്കും. നല്ല സ്ട്രോങ് ചായ കുടിക്കും. എന്തുവാണ് ഇത് നിനക്ക്? അയ്യോ, എന്തുവാണ് അമ്പിളി നിനക്ക് പറ്റിയ? അയ്യോ ചേച്ചി എനിക്കൊരു കടുപ്പത്തിലൊരു ചായ തരണേ. അയ്യോ, എന്റെ വേഗക്കുട്ടി ഒന്നേ ഇരുന്നേ. എന്ത് പറ്റി ഇവർക്ക്? ഇത് എന്താ പറ്റിയത്? ഇവരിങ്ങനെ വെറുതെ കളിയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇരിക്കുന്നു, അടക്കി ഇരിക്കുന്നു. അയ്യോ, നീ ഒന്ന് ചായ കൊടുക്കും. രേഖ, ചായ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ചായ. നന്നായിരുന്നു. നല്ല ശരി, ശരി. അയ്യോ, അവിടെ ഒന്നും അടിക്കോ? എന്തുവാണ് ഇത്? ഞാനെന്ത് ചെയ്യത്? ഇതെന്താ ഇത്? മായോ ഓ, എന്താ ഇത്? അല്ലേ? അതന്നെ, ചായക്കട തന്നെയാ. അതെന്തോ ഓ, ഇത് കൂടി എന്നെ കൊണ്ട് പിടിപ്പിക്കണേ. എനിക്ക് നടുമൊക്കത്തില്ല. പൊക്ക പൊക്ക അല്ല, ഇതിന്റെ ചായക്കട തന്നെയല്ലേ? അതേന്നെ ഇരിക്കണേ. നിന്റെ ചായയല്ലേ വേണ്ട? എനിക്കൊരു ചായ ആ, ഇപ്പൊ ചായ തരാം. അവരങ്ങനെ ചെയ്തോണ്ടിരുന്നോട്ടെ. നിങ്ങൾ അവിടെ ഇരുന്നോ, ചായ കുടിക്കും. എന്റെ മക്കളെ, നിന്റെ നടുവ് വെട്ടിച്ചു. ഞാൻ ഇനി പിന്നെ എന്ത് ചെയ്യാനാ? അടിപൊളി ചായയുള്ള മായ. ഇന്നത്തെ പ്രത്യേകതയുള്ള ചായക്ക് ചായ കൊള്ളാവോ? എന്നാ വേഗം ഒന്ന് കുടിച്ചിട്ട് തന്നേ ഗ്ലാസ്. അയ്യോ, അവിടെ തുടങ്ങിയോ? ഇത് പ്രശ്നമായല്ലോ ദൈവമേ. അതെ, ഞാൻ ഈ ചായയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടാ. ഇതെന്താ ഇത്? അയ്യോ, മായക്കേ, ഓ, നിങ്ങൾ എന്താ തുളസി? നിങ്ങൾ കുടുംബത്തിൽ നിർത്തിയിട്ട് ഓമ്പക്കട തുടങ്ങിയോ? അതെ, എനിക്കറിയില്ല. ഇത് കമാല ഹോട്ടലിലെ ബൊമ്മകള് കളിയാട്ടുന്നത് ആട്ടിക്കൊണ്ടു. എനിക്കും അറിയില്ല ഇത് എന്താന്ന് തുളസി. ഒന്ന് ഇരിക്കും തുളസി. എനിക്കൊരു കട്ടൻ ചായ വേണ്ടി. എനിക്കെന്തിനാ കട്ടൻ ചായ? എനിക്ക് നല്ല പാലൊഴിച്ച സ്ട്രോങ് ചായ തരാം. ടെസ്റ്റ് കാരണം തൊട്ടയ്ക്ക് വേദനയാണ്. എനിക്കറിയാം, നീയെ പൊടി അലർജി പറയുന്ന വെച്ചിട്ട് ഞാനിത് അടിച്ചു വരുന്നത്. എന്നാ നടുവെട്ടി കിടക്കുക വന്നിട്ട്. ഒന്ന് വേഗം കട്ടൻ ചായ തരൂ. കട്ടൻ ചായ ഇല്ല, നിനക്ക് പാലൊഴിച്ച സൂപ്പർ ചായ നീ പാലിക്ക് പാല് കൊണ്ട് തരും. കൊണ്ടുതരാം. ഇനി നീ പറഞ്ഞ ചായ കുടിക്കുള്ളൂ. അതെ, അവിടെ ചേച്ചി ഒരു രസം. അതെ, കാണാനൊരു രസല്ലേ? ഞാനിവിടെ എന്റെ ഉയരെടുത്തിട്ട് നടക്കുക ഇവരെ ഇതും കൊണ്ട്. അയ്യോ, അതാ ചായ എങ്ങനെ ഉണ്ടായിരുന്നു റസിയെ? കട്ടൻ ആരുടെങ്കിലും കുറിച്ച് നീ നിന്റെ കട്ടൻ കട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്റെ കടയിൽ ഒന്ന് ചായ മാലൊഴിച്ചതേ വിട്ടോളൂ. അയ്യോ അയ്യോ അയ്യോ, ഭഗവാനെ, ഇതെന്താ ഇത്? ഈശ്വര, ഇതെന്ത് ചെയ്യാൻ ഇതിനെ? ഇപ്പൊ നോക്കി നോക്കി എനിക്കോ ഒരു ഐഡിയ ചെയ്യാം. കൈ കൊണ്ട് തന്നെ കൊറേ ഭാരെടുത്ത കൈയല്ലേ? ഈ കൈയൊന്ന് ഇങ്ങനെ പൊക്കി, ഈ കയ്യും കൂടെ ഒന്നതാ. അയ്യോ, അതവിടെ ഉണ്ടല്ലോ. അതിനെ കുറിച്ച് അയ്യോ, ഞാൻ തളർന്നു.